നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാലോ. അജൂസ് വേൾഡ് ഉള്ളിലേഹ്യം 150 കിലോ ഉള്ളിലേഹ്യാണ് ഉണ്ടാക്കാൻ പോണത്. പീരീഡ്സ് തുടങ്ങുന്ന ഒരു സമയത്ത് ഉറപ്പായിട്ടും ഉള്ളിലേഹ്യം കഴിപ്പിച്ചിരുന്നു. ഒരിക്കലും ഉള്ളിലേഹ്യം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. പ്രസവരക്ഷയ്ക്ക് വേണ്ടി സരിതയ്ക്ക് ഉണ്ടാക്കി 5 കിലോ അജുവകത്താക്കി. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതിനേക്കാൾ ടേസ്റ്റ് തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആദ്യ വിൽപ്പന ഞാൻ എന്റെ അമ്മയ്ക്കാണ് കൊടുക്കാൻ പോണത്. അപ്പൊ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഉടനെ ഇറങ്ങൂട്ടാ. ആ സസ്പെൻസ് എന്തിട്ടാണെന്ന്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പം അത് നമുക്കൊരിക്കലും നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് പുറത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതിനുള്ള ലൈസൻസും കാര്യങ്ങളും കുറേ നൂലാമാലകളുണ്ട്. അപ്പം നമ്മളതിനെ സഹായിക്കുന്നത് ശ്രീദേവി ഡോക്ടറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം നമ്മളുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഇന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കൈപ്പറമ്പിലത്തെ ഫാക്ടറിയിലേക്ക് നോക്കാണ്. അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിൽ. ഇതിലായിരിക്കും നിറയ്ക്കുക. അജൂസ് വേൾഡ് ഉള്ളിലേഹ്യം. ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ചേർക്കുന്ന സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് എല്ലാതും ഉണ്ട്, ലേബലും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പം നമ്മൾ ഇന്ന് 150 കിലോ ഉള്ളിലേഹ്യാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 200 കിലോയ്ക്ക് മേലെ ഉള്ളി, അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് ഇവിടെ ആദ്യം ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു തൈലത്തിൻ്റെ അങ്ങനെയൊക്കെ നല്ല മണമായിരുന്നു. ഇപ്പം ഇവിടെ മൊത്തം ഉള്ളിയുടെ മണമാണ്. കാരണം ഉള്ളിയൊക്കെ നന്നാക്കി ഉള്ളി അരച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ചിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കി അരക്കണമൊക്കെ കാണിക്കാം. പിന്നെ ഡോക്ടർ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, നമ്മളന്ന് ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ വീഡിയോയിൽ നമുക്ക് കുറേ കമൻറ്റ് വന്നത്, ഇത് ഒരാൾക്ക് എത്ര കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാം, ചെറിയ കുട്ടികൾക്കും കഴിക്കാൻ പറ്റുമോ, വലിയവർക്കും കഴിക്കാൻ പറ്റുമോ, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുമോ, പിന്നെ വേറെ കിഡ്നി അങ്ങനെ പല പല അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് പറ്റുമോ, അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പറയണതിനേക്കാളും നല്ലത് എല്ലാം ഡോക്ടർ തന്നെ പറയണതായിരിക്കും. ആദ്യം എനിക്ക് പറയാനുള്ളത് ലേബല് ഭയങ്കര മനോഹരമായിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ആദ്യത്തെ സംരംഭം ഉള്ളിലേഹ്യമായപ്പോൾ നിങ്ങൾ രണ്ടാളും ഉള്ളിയുടെ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതാണ് നല്ല രസമായിട്ടുണ്ട്. ലേബല് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഭംഗിയായിട്ടുണ്ട്. ലേബൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് നല്ല സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഗോൾഡൻ കളറാക്കാം. അപ്പം നല്ല പ്രീമിയം കളറായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ആർക്കും ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിയൊക്കെ നന്നാക്കി ഇത്രയും ഉള്ളിയൊക്കെ കൃത്യമായിട്ട് ചേർത്തിട്ട് ലേഹ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതാണ് കേട്ടോ നമ്മളൊന്നും ഉണ്ടാക്കാത്തത്. ഉള്ളി ലേഹ്യം എന്നോടൊന്ന് ചോദിച്ചില്ലേ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടെന്ന്, എന്തുകൊണ്ടാണ് SBM ഉള്ളി ലേഹ്യം പിന്നെ ഇറക്കാത്തതെന്ന്. അതിന്റെ കാരണം അതാണ്. നടക്കുന്ന കാര്യമില്ല. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, സ്തംഭിപ്പിക്കേണ്ടി വന്നു. 200 ചില്ലാൻ കിലോ ഉള്ളി കൊണ്ടുവന്നിട്ട് ഇവിടെ നടക്കുന്ന 100-ലധികം പ്രോഡക്റ്റുകളുടെ നിർമ്മാണം നിർത്തിവെച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലേഹ്യം ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ട്. അത് മാത്രല്ല, ഉള്ളി വിരോധിയായിട്ടുള്ള ഞാന് ഇവിടേക്ക് കയറി വരുമ്പോ മുഴുവനും ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞ ടാബ്ലറ്റിന് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, വെളുത്തുള്ളി ചേർക്കണോണ്ട് ആ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് കയറില്ല, ആ മണം സഹിക്കാൻ വയ്യാത്തോണ്ട്. ഇപ്പൊ ഇവിടെ മുഴുവനും ഉള്ളിയുടെ മണാണ്. അല്ല, അറിയില്ലല്ലോ, കുറെ നേരം ഒരെണ്ണത്തിന്റെ ഉള്ളിൽ നിന്നാ നമുക്ക് പിന്നെ അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടും. കഴിക്കാം, അതൊക്കെ ഒന്ന് പറയൂ. നമുക്ക് അവിടെ ഇരുന്നിട്ട് പറയാം അല്ലേ. അപ്പൊ ഇതിന്റെ ഗുണങ്ങളൊന്ന് പറയൂ ഡോക്ടർ. പൊതുവെ ഉള്ളിലേഹ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പിക്ചർ എന്താണ്, ഒരു പ്രസവരക്ഷയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. പ്രസവരക്ഷയായിട്ട് ഉള്ളി ഉപയോഗിക്കുന്നതിന് 2-3 കാര്യമുണ്ട്. ഒന്ന്, യൂട്രസിന് അത് വളരെ നല്ലതാണ്. രണ്ടാമത്തത്, അത് സാമാന്യം പ്രസവമൊക്കെ കഴിയുമ്പോൾ ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെ ഏറ്റവും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധി എന്ന രീതിയിലാണ് ഉള്ളിലേഹ്യം കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ പണ്ട് കാലം തൊട്ട് തന്നെ നാട്ടുംപുറങ്ങളിലൊക്കെ ഒരു കുട്ടി ആദ്യമായിട്ട് ആർത്തവം ഉണ്ടാവുമ്പോൾ, പീരീഡ്സ് തുടങ്ങുന്ന ഒരു സമയത്ത് ഉറപ്പായിട്ടും ഉള്ളിലേഹ്യം കഴിപ്പിച്ചിരുന്നു അന്ന് പണ്ട്. അത് വളരെ നല്ലതാണ്, ശരീരത്തിന് മൊത്തം നല്ലതാണ്. ഹീമോഗ്ലോബിൻ കൂടുക എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ ബാക്കി എല്ലാവർക്കും, അതായത് എന്ത് അസുഖം മാറിയിട്ടും ക്ഷീണം വരുന്ന ആളുകളുണ്ടല്ലോ, ബ്ലഡ് കുറയുക, മുടി കൊഴിയുക, സ്കിന്ന് നാശാവുക, ഇതൊക്കെ വരുന്ന എല്ലാവർക്കും ഉള്ളിലേഹ്യം കഴിക്കാവുന്നതാണ്. അപ്പൊ ഇതൊരു ജനറൽ ടോണിക്കായിട്ട് കഴിക്കേണ്ടതാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അതല്ലാതെ ഇതൊരു പ്രസവരക്ഷാ മരുന്നല്ല. അതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഹെയറിനും നെയിലിനും സ്കിന്നിനും നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശരീരത്തിനെ മൊത്തം പരിപോഷിപ്പിച്ചിട്ടേ അത് ഹെയറിലേക്കും സ്കിന്നിലേക്കും നെയിലിലേക്കും എത്തുള്ളൂ. അപ്പൊ അതിനുള്ള ഡെഫിഷ്യൻസീസ്, പിന്നെ പ്രത്യേകിച്ചും ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അയണും കാൽഷ്യവും മാംഗനീസും ഫോസ്ഫറസും ഒക്കെ നന്നായി അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചക്കര.
ആ ചക്കരയിലും ഉണ്ട് ഇതെല്ലാം. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതിനോട് കൂടിയിട്ട് തന്നെ അതിനൊരു കാറ്റലിസ്റ്റ് ആയിട്ട്, അതായത് ഇതിന്റെ അബ്സോർപ്ഷൻ കൂടുതലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളായിട്ടാണ് ഇതിൽ ചേർക്കുന്ന മറ്റു പൊടിമരുന്നുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഇത് അബ്സോർപ്ഷൻ കറക്റ്റ് ആക്കും. ഉള്ളിയും ശർക്കരയും വെറുതെ കടിച്ചു മുറിച്ച് തിന്നാൻ പോലെയല്ല, ഇത് വേവിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള പൊടിമരുന്നുകളും അതുകൂടെ തന്നെ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നെയ്യും ചേർത്ത് ഉണ്ടാക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് സംശയം വരും, എന്തുകൊണ്ടാണ് ഇത് തേങ്ങാപ്പാൽ ചേർക്കാത്തതെന്ന്. അല്ലെ, തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാതെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാം മാക്സിമം ഒരു 20 ദിവസമാണ് അത് ഇരിക്കുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ഉപയോഗിക്കേണ്ടി വരും. ഒരിക്കലും ഉള്ളിലേക്കും ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. കാരണം തേങ്ങാപ്പാലുള്ള ഒരു സംഗതിയും ഫ്രിഡ്ജിൽ വെച്ച് തിരിച്ച് ചൂടാക്കി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് തന്നെ അറിയാം, ഒരു ചെറിയ കാറൽ മണം അതിന് വരും. പിന്നെ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ തേങ്ങയാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് ഓയിൽ ഒരു പകരം തേങ്ങാപ്പാല് ചേർക്കുന്നു. തേങ്ങാപ്പാലിന് നല്ല ഗുണമുണ്ട്, ടേസ്റ്റും കൂടുതലാണ്. പക്ഷെ നെയ്യ് ചേർത്ത് ഈ പൊടികൾ ചേർത്തെടുക്കുമ്പോൾ അതൊരു ഔഷധം പോലെ ആവുന്നു. മറ്റേതാണെങ്കിൽ വെറുതെ നമുക്ക് ടേസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും വെറുതെ കോരി തിന്നാൻ പറ്റുന്ന. അന്ന് സരിത പറഞ്ഞിരുന്നല്ലോ, പ്രസവരക്ഷയ്ക്ക് വേണ്ടി സരിതയ്ക്ക് ഉണ്ടാക്കി 5 കിലോ അജു അകത്താക്കി. 5 കിലോ 1 കിലോ ഉണ്ടാവും. ഇപ്പൊ 1 കിലോ അകത്താക്കിയില്ലേ 4 ദിവസം. ഡോക്ടർ പറയാണേ, ചേട്ടനെ കാണുമ്പോ നല്ല ചുമന്ന് തുടുത്ത് നല്ല ഭംഗിയായിട്ടിരിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കണ്ടതിനേക്കാളും കഴിഞ്ഞ പ്രാവശ്യം വിദേശികളെ പോലെ ഇരിക്കണം. അതെ, മുറിവെണ്ണ ഉണ്ടാക്കാനായിട്ടല്ല വന്ന ലാസ്റ്റ് കണ്ടത്. അപ്പൊ ഇങ്ങനെയാ 3-4 ദിവസം മുന്നാണ് നമ്മളെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയത്. അതേതാണ്ട് തീർന്നു. ഞാൻ ഇന്നലെയും കൂടി ചോദിച്ചത് എന്ത് ഇങ്ങനെ ഇതിനൊക്കെ അളവില്ലേ? അയ്യോ, പ്രത്യേകിച്ച് ഇത് വാങ്ങിക്കുന്ന ആൾക്കാര് അജു കഴിച്ച പോലെ മുഴുവൻ ആരി കഴിക്കണ്ട, അതുകൊണ്ട് ഒരു കാര്യമില്ല. മരുന്ന് പോലെ കഴിക്കണം. മാക്സിമം 10 ഗ്രാം കഴിച്ചാൽ മതി ഒരു ദിവസം. എന്നാൽ തന്നെ ഇതേ ഇഫക്റ്റ് ഒക്കെ കിട്ടും. ഹീമോഗ്ലോബിൻ ഒക്കെ കറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് 1 മാസം ഇത് കഴിച്ചിട്ട് വീണ്ടും ചെക്ക് ചെയ്യാം. അതുപോലെ ക്ഷീണമുള്ള ആളുകൾക്ക്, മുടി കൊഴിച്ചിലുള്ള ആളുകൾക്കൊക്കെ ഇത് കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു സംശയം എല്ലാവർക്കും, സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഉള്ളിലേഹ്യത്തിന് കഴിക്കുമ്പോൾ ഷുഗർ കൂടും. ഇത് ചേർത്താൽ ഷുഗർ കൂടും, പ്രമേഹരോഗികൾക്ക് കഴിക്കാമോ എന്നുള്ളതാണ്. ഇത് ഒരിക്കലും അങ്ങനെ ഷുഗർ കൂടാൻ വഴിയില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ 1 കിലോ ഉള്ളിക്ക് 1.5 കിലോ ശർക്കര വരെ ചേർക്കും. ചില ആൾക്കാർ കൽക്കണ്ടവും ചേർക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ മധുരവും വരും. ഇതിൽ ആവുമ്പോൾ നിങ്ങൾക്കും അറിയാം, ഇതിൽ ചേർക്കുന്നത് പനഞ്ചക്കരയാണ്. അതുകൊണ്ട് അതങ്ങനെ ഷുഗർ കയറ്റാറില്ല പൊതുവെ. അതിന്റെ കൂടെ ഉള്ളി ഷുഗർ കുറയ്ക്കുന്നതാണ്. അതിന്റെ നമ്മൾ മറ്റ് ചേർക്കുന്ന പൊടികളിലുള്ള ഉലുവ, ശാളി, ജീരകം, കരിഞ്ജീരകം, ഇതെല്ലാം തന്നെ ഷുഗർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം ചേർന്നുണ്ടാക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ലേഹ്യം എടുക്കുമ്പോൾ, പിന്നെ മാത്രമല്ല നമ്മൾ ഉണ്ടാക്കണേല് 1 കിലോ ഉള്ളിലേക്ക് 600-650 ഗ്രാമോളം ആണ് ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ 600 ഗ്രാം എടുത്തിരിക്കുന്നത് ചക്കര, പനഞ്ചക്കര. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാക്കി പൊടിമരുന്നുകളുടെ കണക്കൊക്കെ കൂടി നോക്കുമ്പോൾ 5 ഗ്രാം, 1 ടീസ്പൂൺ, അജ് കഴിക്കുന്ന പോലെ കഴിക്കരുത്, 1 ടീസ്പൂൺ നമ്മൾ ഉള്ളിലേഹ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാക്സിമം ഒരു 1-1.25 ഗ്രാമാണ് ഈ ശർക്കരയുടെ അളവ് വരുന്നുള്ളൂ. ബാക്കി മുഴുവനും ഉള്ളിയും മറ്റു പൊടിമരുന്നുകളായിരിക്കും. അപ്പോൾ ഒരു ഭയവും കൂടാതെ പ്രമേഹ രോഗികൾക്കും ഇത് കഴിക്കാം. അനീമിയ ഉള്ള പ്രമേഹ രോഗികൾക്ക് അത്യുത്തമമായിരിക്കും. ഇത് 2 നേരം ഒരു സ്പൂൺ വെച്ച് കഴിക്കാം. ഭക്ഷണശേഷം കഴിക്കാം, അതാണ് നല്ലത്. ഭക്ഷണം കഴിച്ചൊരു 1 അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടോ സേവിക്കാം. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താന്ന് വെച്ചാല്, പാരമ്പര്യമായിട്ട് തന്നെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി കുഞ്ഞു കുട്ടികൾക്ക് പോലും കൊടുക്കാവുന്നതാണ്, സേഫ് ആയിട്ട്. ബാക്കി ഏത് ആയുർവേദ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോഴും എല്ലാവർക്കും വൈദ്യനിർദ്ദേശത്തോടു കൂടി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെയല്ല. വീട്ടിൽ നമ്മൾ കുട്ടികൾക്ക് പലതരം ഇതുപോലത്തുള്ള ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ, നെല്ലിക്കാസവോ നെല്ലിക്ക ലേഹ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂലേ, അതിനും സേഫ് ആയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെറിയ അളവിൽ ഇത് കൊടുക്കാം. അപ്പൊ നമ്മുടെ തൊലി കളഞ്ഞ ഉള്ളി ഗ്രൈൻഡറിലിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടാ. മുൻപത്തേല് ഒരു 4 ഉപയോഗിക്കുന്നുണ്ട്, അതിൽ അരച്ചിട്ടുണ്ട്. ഇപ്പോൾ സരിത പറഞ്ഞിരിക്കേണ്ട ശരിയെന്ന് മാത്രം കൂടെ വന്നിട്ട്. ഇതിപ്പോൾ അറിയാനായിട്ട് ഏകദേശം ഒരെണ്ണത്തിൽ തന്നെ അറിയാനായിട്ട് അരമണിക്കൂറോളം പിടിക്കും. ഇതിപ്പോൾ വെണ്ണ പോലെ അരക്കില്ല ചേട്ടാ, അരച്ചത് എടുക്കണോ.
ഇനി ഈ അരച്ചെടുത്ത ഉള്ളി കൊണ്ടുപോണത് പനഞ്ചക്കര ഉരുക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്തത്. അതിലേക്ക് ചേർക്കാനാണ് കേട്ടാ. ഈ അരച്ച് അതിലേക്ക് കണ്ട് ചേർക്കണം. വിറകടുപ്പിലാണ് നമ്മൾ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നത് കേട്ടാ. ഇനി ഉള്ളിലേക്ക് ഉണ്ടാക്കണതിലത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇളക്കൽ. ഇതിപ്പോൾ റെഡി ആവാനായിട്ട് ഒരു 3-4 മണിക്കൂർ പിടിക്കും കേട്ടോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ നല്ല പോലെ പൊട്ടിത്തെറിക്കും. അത്യാവശ്യം നല്ല പോലെ മുകളിലേക്ക് അങ്ങോട്ട് തെറിച്ചുകൊണ്ടിരിക്കും. ഇത് പിന്നെ ചെറുതായിട്ട് കട്ടിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യാണ് ചേർക്കുക. നെയ്യ് ചേർത്തു. ഇപ്പോൾ ഇളക്കി ലേഹ്യത്തിൻ്റെ ഏകദേശം രൂപത്തിലേക്ക് എത്തിയിട്ടാ. നല്ല തിളയിന്. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് പൊടിമരുന്നാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം, കരിഞ്ജീരകം, ആശാളി, ഉലുവ, ചതകുപ്പ, ഏലക്കായ, ഗ്രാമ്പു, ഇതെല്ലാം കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള ഇതാണ് കേട്ടോ ചേർക്കുന്നത് ഇതിലേക്ക്. ഈ പൊടി ഒരു അരിപ്പയിൽ ഇങ്ങനെ കൈയോടെ അരിച്ചിട്ടാണ് അരിക്ക് ചേർക്കണം കേട്ടോ, അല്ലെങ്കിലേ കട്ട കുത്തും. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കും വേണം കൈയോടെ. അപ്പോൾ ഈ പൊടിമരുന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തീയിൻ്റെ അങ്ങനെയുടെ ആവശ്യമില്ല അധികം. അപ്പോൾ തീ കുറയ്ക്കും നമ്മൾ. ബാക്കിയുള്ള പൊടിമരുന്നുകളോട് ചേർക്കണം കേട്ടോ. നന്നായി ഇളക്കണം, ഇളക്കി ചേർക്കണം. ഇപ്പോൾ നമ്മുടെ ലേഹ്യം പാകമായിട്ടാണ്. ഞങ്ങളതിന് കുറച്ചെടുത്തു. ഇതിൻ്റെ ചൂടറിയാ കുറച്ച് ചൂട് നേരി ചൂടുണ്ടില്ല. ഡോക്ടർക്ക് ഉള്ളി ഒട്ടും ഇഷ്ടമില്ലാത്താട്ടാ. ഉള്ളിയുടെ മണം, പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ. ഉള്ളിയുടെ മണം അത്ര എടുക്കില്ല. മധുരം നോക്കിയാ മധുരമൊക്കെ പാകാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതിനേക്കാൾ ടേസ്റ്റ് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങോട്ട് നമ്മളെ അന്ന് വീട്ടിലുണ്ടാക്കിയില്ലേ കുറച്ച് വീഡിയോ ഉണ്ടല്ലേ, അതിനേക്കാൾ ടേസ്റ്റ് തോന്നുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മധുരം കഴിക്കാം. അതെ, അതിന് പകരമായിട്ട് കഴിക്കാവുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ്. ദഹനവും ശരിയാക്കും. ഉള്ളിയല്ലേ, ദഹനം ശരിയാക്കും, വിശപ്പ് നന്നാക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളി ഇഷ്ടമല്ല. ഇതില് നെയ്യ് ചേർക്കണത് കൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പാടൊന്നൊരു പേടിയുണ്ടോ? പക്ഷെ ഒട്ടും വരില്ല, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്പൂൺ എടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ മില്ലിഗ്രാംസേ വരുള്ളൂ, നെയ്യ് ഉണ്ടാവുള്ളൂ. കണ്ടില്ല, അത്രയ്ക്ക് അധികത്തിലേക്ക്. പൊതുവേ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതുമാണ് ഉള്ളി. LDL കൊളസ്ട്രോള്, അത് നല്ല കൊളസ്ട്രോൾ ഇല്ലേ, HDL കൊളസ്ട്രോൾ നന്നായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ആളുകൾക്കൊക്കെ. HDL കൊളസ്ട്രോൾ നന്നായി. അജുവിന് ഇപ്പൊ ഇതിലൊരു പാത്രം മുഴുവൻ കൊടുത്താലും കഴിക്കും ഉച്ചക്കലത്തെ ഭക്ഷണം. പിടിച്ച് കയ്യിലേക്ക് ഇടാനോ? ഇനി മുഴുവൻ കഴിച്ചു വേണ? കുറച്ചും കൂടി എടുക്കണം. വീട്ടിലുണ്ടല്ലോ. പക്ഷെ ഉള്ളിയുടെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആ കുരുമുളകിന്റെ അതിന്റെ എരിവൊക്കെ നിൽക്കണ കാരണം തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം.
കഫമൊക്കെ ഇറങ്ങിപ്പോവും, ശബ്ദത്തിനൊക്കെ നല്ലതായിരിക്കും. ചുമയുള്ളവർക്ക് വളരെ നന്നായിരിക്കും. 40 ഗ്രാം കഴിച്ചു ഞാൻ. നമ്മൾ സാധാരണ ചെറിയ കുട്ടികൾക്കേ, കുഞ്ഞു കുട്ടികൾക്ക് ചുമയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പറയാ ഉള്ളിയുടെ നീരും ചക്കരയും ചേർത്ത് ജീരകവും ചേർത്ത് കൊടുക്കാനാണ് പറയാ. ഡോക്ടറെ എനിക്ക് പറഞ്ഞു തന്നിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോ കറക്റ്റാണ്, ഇത് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ ചുമയുള്ള സമയത്ത് ഇത് കൊടുക്കാം. കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക്, നീരുവീഴ്ചയും കഫക്കെട്ടൊക്കെ വരുന്നവർക്കും ഇത് നല്ലതാണ്. നല്ല ഔഷധം ജീരകവും ഒക്കെ ഉണ്ടല്ലോ, ഉണ്ട്. കുരുമുളകും തിപ്പലിയും കഴിഞ്ഞിട്ട് അല്ല കഴിച്ചോ, ഞാൻ കൈ കഴുകാനാ. കുട്ടികൾ കഴിക്കുകയും ചെയ്തോളും ടേസ്റ്റിന് അല്ലേ. ബ്രെഡിലൊക്കെ പുരട്ടി കൊടുക്കാൻ വേണമെങ്കിൽ. അതെനിക്കറിയില്ല. അല്ല, ജാം പോലെ പുരട്ടിയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കി ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് ഇതിന്ന് പകർത്തി മാറ്റി വെക്കും. കാരണം ഇപ്പൊ പാകത്തിന് കട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഇരുന്നിന് ഒന്നും കൂടി ഇത്തിരി കൂടി കട്ടി വരും. അത് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷമാണ് പാക്ക് ചെയ്യുക. അതിന് നാളെ പാക്ക് ചെയ്യുള്ളൂ. അത് ചൂടാറി നന്നായി ചൂടാറി സെറ്റ് ആവണം. അപ്പം ഇനി ഞങ്ങളിനി നാളെ വരും. അപ്പം 2 ദിവസം മുൻപ് നമ്മൾ വന്നിട്ട് ഉള്ളിലേക്ക് ഉണ്ടാക്കി പോയി. ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണ്. അന്ന് നമുക്ക് പറഞ്ഞിരുന്നല്ലോ പാക്ക് ചെയ്യാൻ പറ്റില്ല, ചൂടാറണം. അപ്പോൾ കുറേയൊക്കെ പാക്ക് ചെയ്തു. ഇനി കുറച്ചുകൂടി പാക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് കാണാം. നമ്മൾ ബോട്ടിൽ നിറയ്ക്കണ കണ്ടില്ലേ? ഇപ്പം ദേ അത് ലേബലൊക്കെ ഒട്ടിച്ചു. ഇനി ഇങ്ങനെ ഈ കവർ വെച്ചിട്ട് ഇതിനെ ഷ്രിങ്ക് ചെയ്യാൻ പോവാ. ഞാൻ ഇപ്പൊ വീട്ടിലെത്തിയിട്ടാ ഫാക്ടറിയിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഒക്കെ കൊണ്ട് വന്നേക്കാണ്. അപ്പോൾ ആദ്യ വിൽപ്പന ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഈ പണ്ട് തൊട്ടേ തന്നെ ഇതിൽ കൂടെ പോണ ഇൻസ്റ്റാൾമെൻറ്റുകാർ, കച്ചവടക്കാർ, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അറിയണവരൊക്കെ ആദ്യം ഇവിടെ കയറും. എന്നിട്ട് ശ്രീദേവി ചേച്ചി ആദ്യത്തെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തിട്ടെങ്കിലും അമ്മേനെ പിടിപ്പിച്ച് പോവര്. സോപ്പ് ഇനി അവരെല്ലാ വീട്ടിലും കയറി അങ്ങനെയാണോ പറയണേന്ന് അറിയില്ല. പക്ഷെ കാലത്ത് നേരത്തെ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ കയറും. അമ്മേരെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അടിപൊളിയാന്ന് പറയും. അച്ഛനും 1-ാം തീയതികളിൽ അമ്മേരെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചിട്ടാണ് വർക്ക്ഷോപ്പിലേക്ക് കയറാറ്. അപ്പൊ എന്നിട്ട് ചില അപ്പോൾ അച്ഛൻ ആ മാസം മുഴുവൻ നന്നായി പണിയുണ്ടായിരിക്കും, നല്ലോണം കാശും കയറി വരും. 2-3 മാസം കഴിയുമ്പോൾ അച്ഛന് തോന്നും ഇതിപ്പോൾ ഇവളുടെ കൈനീട്ടം കിട്ടിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ 1-ാം തീയതി വാങ്ങിക്കില്ല. ആ 1-ാം തീയതി ഇവിടെ അച്ഛങ്ങനെ ഇരിക്കും പണിയില്ലാണ്ട്. പിന്നത്തെ മാസം 1-ാം തീയതി ആകുമ്പോഴത്തേക്കും അമ്മേരേന്ന് വേഗം 1 രൂപ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കും. സോപ്പല്ല ഞാനുള്ള അല്ലേ, അങ്ങനെയല്ല അമ്മ. അപ്പൊ ഞാൻ അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കാണ് കേട്ടോ. ആദ്യത്തെ 2 ബോട്ടിൽ കൊടുക്കുന്നു. കാശ് കൊടുക്കണം. ഇത് 2-ത്തിന്റെ പൈസ. അപ്പൊ പൈസ സ്വന്തം അമ്മയ്ക്ക് കൊടുത്തിട്ട് കാശ് വാങ്ങിക്കണ എന്തൊട്ട് സ്വഭാവം എനിക്കെന്ന് വിചാരിക്കരുത്. ആദ്യത്തെ ആവുമ്പോ നമ്മള് അപ്പൊ പൈസ ഞാൻ വാങ്ങിക്കാണ്. ചെലോ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഇതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി, അതായത് ആദ്യത്തെ നമ്മള് 2 ദിവസം 1/2 കിലോ 2 കൂടി 1 കിലോ. ആദ്യം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഞാനിങ്ങനെ അവിടെ അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും മനസ്സിൽ വിചാരിച്ച് നമ്മൾ പൂജാമുറിയിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. ആദ്യത്തെ സംരംഭമാണല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ അവര് ജീവിച്ചിരിപ്പില്ല, അവരെ മനസ്സിൽ വിചാരിച്ച് ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്ക് ഇത് കൊടുക്കുകയാണ്. പിന്നെ അച്ഛൻ എന്നോട് കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മോളെ സരിതേ, ഇങ്ങനെ യൂട്യൂബും കൊണ്ട് നടന്നാൽ പോരാ. അച്ഛൻ എങ്ങനെയാണെന്നറിയോ? അച്ഛൻ ആദ്യം വർക്ക്ഷോപ്പ് ഇടുമ്പോൾ മറ്റേ AC-യുടെ കംപ്രസറിൻ്റെ സ്ലീവ് അടിക്കണ പണിയായിരുന്നു. ഫ്രിഡ്ജിൻ്റെ. അപ്പോൾ അത് എന്നിട്ട്
കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതൊരു ജോലിക്കും ഒരു തുടക്കം ഉണ്ടാവും, അത് കഴിഞ്ഞൊരു സുവർണ കാലഘട്ടം ഉണ്ടാവും, പിന്നെ അത് പോവും, അത് ആ പണി പിന്നെ കുറയും. എന്ത് ജോലിയിലും അങ്ങനെ തന്നെയാണ്. അപ്പം അതുപോലെ ഇതിനും നല്ലൊരു കാലം ഉണ്ടായിരുന്നു, അച്ഛന് ഇഷ്ടം പോലെ പണി ഉണ്ടായിരുന്നു, പിന്നെ അത് കുറയാൻ തുടങ്ങി. കാരണം അച്ഛൻ പണിയുമ്പോൾ അത് നന്നാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസേനേക്കാളും അതിനേക്കാളും കുറവിൽ ഇത് പുതിയത് കിട്ടാൻ മാർക്കറ്റിൽ ഇറങ്ങാൻ തുടങ്ങി. ഈ പഴയത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പഴയത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി പൈസ കൊടുത്താൽ പുതിയത് കിട്ടും. അപ്പോൾ ആളുകൾ നന്നാക്കാണ്ടായി. അപ്പോൾ അച്ഛൻ അപ്പോഴത്തേക്കും തന്നെ അത് നിൽക്കാൻ നിന്നില്ല. അപ്പോഴത്തേക്കും തന്നെ അച്ഛൻ അടുത്ത പണിയിലേക്ക് ഇറങ്ങി അല്ലേ അച്ഛാ, കാർ എസിമിലേക്ക് പിടിച്ചു. അങ്ങനെ 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 ഓരോന്നും കുറയണതിനനുസരിച്ച് അപ്പം അച്ഛൻ അപ്പോഴത്തേക്കും അടുത്തത് കണ്ടുപിടിക്കും ഏതാണ് ഇനി ചെയ്യാൻ പറ്റാന്നുള്ളത്. അങ്ങനെ അങ്ങനെ വാഷിംഗ് മെഷീന്റെ ഡ്രം. അപ്പൊ ഇപ്പൊ വാഷിംഗ് മെഷീന്റെ ഡ്രമ്മാണ്. അപ്പൊ ഇനി അതും നിന്നു. പക്ഷെ അച്ഛന് വേറെ നോക്കില്ലേ, കാരണം അച്ഛന് വയ്യ. ഇങ്ങനെ വല്ല ലേഖ്യമൊക്കെ കഴിച്ചിരിക്കുക. അപ്പൊ അച്ഛന്റെ ഈ കഥ പറഞ്ഞിട്ട് എന്നോട് എപ്പോഴും പറയാം, അതുകൊണ്ട് നിങ്ങൾ ഈ യൂട്യൂബ് മാത്രം നോക്കല്ല കേട്ടോ, എന്തെങ്കിലും നിങ്ങളൊന്ന് തുടങ്ങി ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ എന്നൊക്കെ ഇടയ്ക്ക് പറയാം എന്നോട്. അപ്പൊ അച്ഛനിപ്പോ സന്തോഷമായില്ലേ? ഇതൊന്നാമത്തെയാണ്. അതുപോലെ ഇനി ഓരോന്നായിട്ട് നമ്മുടെ ഇങ്ങനെ അജൂസ് വേൾഡ് ബ്രാൻഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ അച്ഛാ. അങ്ങനെ സന്തോഷിക്കട്ടെ. അപ്പൊ ഞങ്ങള് പോവാ, നമ്മളെ വീട്ടിലേക്ക് പോണോ? അപ്പൊ കഴിച്ചോളത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഫോൺ നമ്പർ തരാട്ടെ, അതിൽ വിളിച്ച ബുക്ക് ചെയ്യാട്ടാ. വില എന്ന് പറയുന്നത് 345 രൂപയാണ് 500 ഗ്രാമിന്. പാഴ്സൽ ചാർജ് എക്സ്ട്രാ കൊടുക്കണം കേട്ടാ. 1 കിലോ 2 ബോട്ടിലായിട്ട് വാങ്ങിക്കുമ്പോ 600 രൂപ. അങ്ങനെ. അപ്പൊ ശരി, അപ്പൊ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഉടനെ ഇറങ്ങൂട്ടാ. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്തത് ഇറങ്ങും. അത് സസ്പെൻസ് എന്തിട്ടാണെന്ന്. 1 കൊല്ലം എന്തിനിരിക്കണേ, കഴിക്കി. അടുത്ത കൊല്ലം ഇത് സെപ്റ്റംബർ 31 വരെ. അതിലെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഉള്ളിലേക്കും പ്രസവിച്ച് കിടക്കണവര് കഴിക്കണതാ. ഒരുമാതിരി സാധനങ്ങളൊന്നും അച്ഛന് ഈ കഴിക്കേണ്ട വിധമൊക്കെ എഴുതിയിട്ടുണ്ട്. 1 ടീസ്പൂൺ വെച്ച് കഴിച്ചാൽ മതി. കുട്ടികൾക്ക് ആകുമ്പോൾ 1/2 ടീസ്പൂൺ വെച്ച് കഴിച്ചാൽ മതി. പറഞ്ഞിട്ടില്ലേ? അയ്യോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒന്നുകൂടി പറഞ്ഞു മാത്രം. അപ്പൊ ശരിട്ടാ. അപ്പൊ എല്ലാവരും ഞങ്ങളെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യാ. നന്നായി.